ഞാൻ തീരുമാനിച്ചു. എന്ത് തീരുമാനിച്ചു? ഡാഡി പറഞ്ഞ പോലെ ഞാനൊരു പൈലറ്റ് അക്ഷയ്. ആ നന്നായി. നിന്റെ ഡാഡിക്ക് വട്ട്, അതും കേട്ട് അതാലോചിച്ചോണ്ടിരിക്കുന്ന നിനക്ക് അതിനും വലിയ മുഴുവട്ട്. എനിക്കറിയായിരുന്നു പിന്തിരിപ്പ് ഇപ്പൊ തുടങ്ങുമെന്ന്. ഞാൻ നല്ല വീക്ക് തന്നെ. നീ ഇരുന്ന് പഠിച്ചേ വേണ്ട, അങ്ങോട്ട് ഓടിച്ചെന്നതേ ഞാൻ അക്ഷയ, ഞാൻ പൈലറ്റ് ആവാൻ വന്നേക്കണമെന്ന് പറഞ്ഞാൽ അവര് പൈലറ്റ് ഒന്നും ആക്കൂല. ഡിറ്റർമിനേഷൻ ഉണ്ടെങ്കിൽ ഒരാൾക്ക് ആവാൻ പറ്റാത്ത ഒന്നുമില്ലല്ലോ. നീ എന്നെ ഇംഗ്ലീഷ് ഒന്നും പറഞ്ഞ് പേടിപ്പിക്കൊന്നും വേണ്ട മുത്തേ. അമ്മ ഒന്ന് ആലോചിച്ച് നോക്ക്, അമ്മ പൈലറ്റ് വരുമ്പോൾ ഞാൻ പറയും ഹായ് ദിസ് ഈസ് ക്യാപ്റ്റൻ അക്ഷയ സ്പീക്കിംഗ്. എന്ത് പ്രൗഡാണത്. ഡാഡി ഇന്ന് വരുമ്പോൾ എൻ്റെ മക്കൾ ഒരു കാര്യം ചെയ്യണം. ഒന്ന് ഡാഡിയുടെ പോക്കറ്റ് തപ്പണം, രണ്ട് ഡാഡിയുടെ പേഴ്സ് ഉണ്ടോ നോക്കണം. പേഴ്സ് എന്ന് പറഞ്ഞ സാധനം ഇല്ല, പിന്നെ ഈ അക്കൗണ്ട് എന്നൊക്കെ പറയുന്നുണ്ടല്ലോ, അതും നോക്കണം. ഒന്നുമില്ല ഇതിലൊന്നും. അമ്മ അതൊക്കെ ഡാഡിയെ കൊണ്ട് പറ്റും. അമ്മ ചുമ്മാ ഡാഡിയെ വീണ്ടും വീണ്ടും ഇങ്ങനെ വിലയിരുത്തുവാണ്. ഡാഡിക്ക് 17 വർഷത്തെ പരിചയമുണ്ട്. എന്നിട്ടും അമ്മയ്ക്ക് ഡാഡി അറിഞ്ഞു. ഡാഡിക്ക് അതിനെയും കാട്ടിയുള്ള കാലിബർ ഉണ്ട്. ഡാഡിയാണ് പറഞ്ഞ എന്നെ പൈലറ്റ് ആക്കുമെന്ന്. എനിക്ക് ആകാശത്ത് കൂടി പറക്കണം നിന്നെ വേണോന്നില്ല. എന്തെങ്കിലും ഒരു കുഞ്ഞു ജോലിയുള്ള എന്റെ മോളെ കണ്ടാൽ മതി കേട്ടോ. കുഞ്ഞു ജോലി അമ്മ വലുതായിട്ട് നമ്മൾ ചിന്തിക്കണം. അമ്മ ചിന്തിച്ച് അതിന്റെ കൂടെ പഠിച്ചാ മതി. അമ്മ പൈസ മുടക്കണ്ട, ഡാഡി മുടക്കും. അമ്മ അതിന്റെ ഇരട്ടിയായിട്ട് ഞാൻ തിരിച്ചു തരും. എനിക്ക് വേണ്ടേ. അയ്യേ അമ്മയ്ക്ക് എന്താ അങ്ങനെ ഒരു ഇതില്ലാത്തത്? പെണ്ണ് എന്റെ കയ്യിൽ ചപ്പാത്തിക്കോലി ഇപ്പൊ നല്ല മുട്ട് തരും. ഞാനിത് പഠിക്കാൻ പറഞ്ഞാല് അവസാനം ഞാൻ ആയി വരുമ്പം പറയണം എന്റെ മോള് പൈലറ്റ്. ഞാൻ പൈലറ്റ് ആവും നോക്കും. ഈ ക്ലീറ്റോന് എന്ത് ചെയ്താ മതിന്നാ ഞാൻ ആലോചിക്കുന്നത്. അതെന്തെങ്കിലും പൊട്ടത്തരം വിളിച്ചു പറയും, അത് വിശ്വസിച്ചതേ ആ പെണ്ണിങ്ങനെ തുള്ളിക്കൊണ്ട് നടക്കും. എന്ത് പൊട്ടത്തരം? നടക്കാത്ത കാര്യങ്ങളല്ലേ ക്ലീറ്റ് എപ്പോഴും പറയുള്ളൂ. എനിക്ക് അപ്പോഴേ തോന്നി എന്തെങ്കിലും മോഹന വാഗ്ദാനങ്ങൾ കൊച്ചിനെ പറഞ്ഞ് ഏൽപ്പിച്ചു കാണും. ഇന്നലെ തന്നെ ഉണക്കമീൻ മേടിച്ചോണ്ട് വന്ന് കറി വെക്കാന്ന് പറഞ്ഞ് ഇവിടെ നോക്കിയിരുന്ന് ഉണങ്ങിയില്ലേ. ഇത് ക്ലീറ്റോച്ചന്റെ സ്ഥിരം ഒരു പരിപാടിയായിട്ടോ. ഞാൻ എന്താ പറയണ, നീ എന്താ കേക്കണപ്പോ? ക്ലീറ്റോച്ചൻ പറഞ്ഞ പൊട്ടത്തരം കേട്ട് കൊച്ചു വെറുളി വീണ്ടങ്ങോട്ട് അതിൽ അതിന് ക്ലീറ്റോ ഉണക്കമീൻ മേടിക്കാത്ത കാര്യം നീ പറഞ്ഞ എന്തിനാ? ഇന്നലെ ഉണക്കമീൻ മേടിച്ചോണ്ട് വരാന്ന് പറഞ്ഞിട്ട് ഇവിടെ കിടന്ന് ചേട്ടത്തില്ലേ ക്ലീറ്റോച്ചനെ പ്രായിക്കൊണ്ട്. അത് ഞാനും ക്ലീറ്റോയും തമ്മിലുള്ള പ്രശ്നമല്ല. ഇനിയിപ്പോ എന്താന്നേ നിനക്ക്? പെണ്ണുമ്പോൾ അപ്പോഴത്തേനങ്ങ് കാലി മാറിയല്ലോ. നോക്കുന്ന സമയം സാഗര സമയം കീരിയുമ്പോ ആരെങ്കിലും പുള്ളിയെ കുറിച്ചെന്ന് പറയുമ്പോഴത്തേക്ക് 10 പിടിച്ചുകൊണ്ട് വരും. അല്ല പിന്നെ ഇത് അതൊന്നും അല്ല. ക്ലീറ്റ പറഞ്ഞ അവളെ പൈലറ്റ് ആക്കാന്ന്, അതും വിശ്വസിച്ച് തുള്ളിച്ചാടി അങ്ങോട്ടൊരു പോക്ക്. പൈലറ്റാ? അത് സൂപ്പർ ജോലിയല്ലേ. അതിന് ക്ലീറ്റോച്ചന് നല്ലൊരു കൈയടി കൊടുത്തേ പറ്റും. എന്തോരം ദീർഘവീക്ഷണമുള്ള ആളാ. പൈലറ്റ് എന്ന് പറഞ്ഞാൽ നിസ്സാര പണിയൊന്നും അല്ല, അങ്ങനെ അടുക്കള കൊണ്ട് ചാള വെട്ടുന്ന പണിയൊന്നും അല്ല. ലോകം മുഴുവനും പറക്കാം. ഫ്ലൈറ്റിൽ നിന്ന് ഫുഡ് കഴിക്കുന്നതിന് 5 പൈസ ചെലവിൽ അറിയാമോ? എൻ്റെ അമ്മച്ചിക്ക് എന്നെ പൈലറ്റ് ആക്കണമെന്ന് എന്തോരം ആഗ്രഹമായിരുന്നു അറിയോ. കൊച്ചിക്കാ? ഓ നിന്നെയോ? എന്നെ അവിടെ വികാസ് ട്യൂട്ടോറിയൽ കൊണ്ട് എന്നെ ആക്കിയപ്പം അവിടുത്തെ തോമസ് സാറിൻ്റെ അടുത്ത് പ്രത്യേകം പറഞ്ഞു ഭാവിയിൽ ഇവനെ എന്നെ ഒരു പൈലറ്റ് ആക്കി കാണണം, അതിന് പഠിക്കാൻ വേണ്ടിയിട്ട് എത്ര പൈസ വരും മുടക്കാമെന്ന്. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ തോമസ് സാറ് വിളിച്ച് അമ്മച്ചിയെടുത്ത് പറഞ്ഞു കഥ പറയുന്ന കേൾക്കാൻ താല്പര്യമില്ല. അപ്പം അതെന്ത് നിങ്ങളുടെ കുളത്തരം മുഴുവൻ ഞാൻ കേട്ടോണ്ടിരുന്നില്ല. അപ്പം എൻ്റെ വാക്കുകൾക്ക് മറുപടി ഇല്ലാതെ മീൻ്റെ കഷ്ണം എന്നോട് ചോദിക്കരുത്. ഫുള്ള് നിന്റെ അങ്കിള് കഴിച്ചിട്ടുണ്ട്. ഫുള്ള് തീർത്താ? ആ ഒരു കുഞ്ഞമ്മീൻ്റെ വാല് കൊണ്ടുവന്നിട്ട് അതിൻ്റെ പകുതി നിനക്ക് വെക്കണം എന്ന് പറഞ്ഞാൽ അങ്ങനെ നടക്കുന്ന കാര്യം. കുറച്ച് കൂടുതൽ കഷ്ണം ഇട്ടൂടെ അമ്മ? കൂടുതൽ ഒരു കാര്യം നീ മനസ്സിലായോ? മീൻ മേടിക്കാനുള്ള പൈസ കൂടി ഇവിടെ ഇല്ല, അപ്പോഴാണ് പൈലറ്റ്. അതൊക്കെ എൻ്റെ കുഞ്ഞ് പൈലറ്റ് ആയിട്ട് കണ്ടോ ചിക്കനും ബീഫും മട്ടനും കൊണ്ടുവരും. കഴിക്ക്, ഞാൻ പറയൂല. നമുക്ക് തോരനെടുത്തിട്ട് വരട്ടെ. ഫ്ലൈറ്റിലൊക്കെ ഇതിനകത്ത് ആരും അറിയത്തില്ല.